ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. രാജീവിന് ഇപ്പോൾ ഒരു കേസിൻ്റെ പിന്നാലെയാണ്. അനിരുദ്ധൻ്റെ രേഖാചിത്രം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ സമയത്താണ് അവിടേക്ക് ഡോക്ടർ ഹർഷൻ എത്തിയിരിക്കുന്നത്. ഹർഷൻ സാറോ ഇരിക്ക് എന്ന് പറഞ്ഞ് രാജീവ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ രണ്ടുപേരെ കൊണ്ടുപോകാൻ വന്നതാണെന്ന്. അവരത്ര കുഴപ്പക്കാരൊന്നുമല്ല എന്നും ഡോക്ടർ പറയുന്നുണ്ട് രാജീവിനോട്. ഓ അത് ശരി, അവന്മാരുടെ കാര്യം ഞാനങ്ങ് മറന്നു എന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ ഒരു കോൺസ്റ്റബിളിനെ വിളിക്കുന്നു. പുറത്തു നിൽക്കുന്ന രണ്ടുപേരെയും കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട്. ഡോക്ടർ ഹർഷൻ ചോദിക്കുന്നുണ്ട് അവരുടെ പേരിലുള്ള കേസ് എന്താണെന്ന്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് രാജീവ് പറയുന്നുണ്ട്, ഏയ് കേസൊന്നുമില്ല. ഈ സമയം അവിടെ ടെൻഷനോടെ തന്നെ നിൽക്കുകയായിരുന്നു സച്ചിയും ബിജുക്കുട്ടനും. നിങ്ങളെ രണ്ടുപേരെയും CSR വിളിക്കുന്നു എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ ഇപ്പോൾ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. രാജീവ് ഇപ്പോൾ ഇച്ചിരി കടുപ്പത്തിൽ തന്നെയാണ് സച്ചിയോടും ബിജുക്കുട്ടനോടും സംസാരിക്കുന്നത്. ഡോക്ടർ വന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്ന് വിചാരിക്കേണ്ട, തൽക്കാലം പൊയ്ക്കോളൂ എന്ന് രാജീവ് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവർ ഒരു നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ഇപ്പോൾ പോകാൻ തുടങ്ങുമ്പോൾ അനിരുദ്ധൻ്റെ ആ രേഖാചിത്രം കാണുന്നു. സാർ ഇത് എന്ന് പറഞ്ഞ് സച്ചി ആ ഫോട്ടോ ചൂണ്ടി ഇങ്ങനെ ചോദിക്കുമ്പോൾ രാജീവ് ഇപ്പോൾ അത് വിശദീകരിച്ച് കൊടുക്കുകയാണ്. അത് ആ പാറമടയിൽ നിന്ന് കിട്ടിയതാണ്, ഒരു അസ്ഥികൂടം. അതിൻ്റെ ഒരു രേഖാചിത്രമാണിത്. മരണം നടന്നിട്ട് ഒരു 7-8 കൊല്ലമായി കാണും. പക്ഷെ ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് രാജീവ് പറയുന്നു. ഇത് കേട്ടപ്പോൾ സച്ചി പറയുന്നുണ്ട്, സാർ എനിക്ക് ഇയാളെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്, എനിക്ക് താനൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ എന്ന് രാജീവ് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ഇപ്പോൾ അനിരുദ്ധൻ്റെ ഫോട്ടോ ഒന്നുകൂടി എടുത്തു വെച്ച് നോക്കുന്നു. സച്ചി, ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ തൂങ്ങാൻ നിൽക്കരുത് എന്ന് ഹർഷൻ ഡോക്ടർ സച്ചിയെ ഓർമ്മപ്പെടുത്തി. അല്ല സാർ, എനിക്കറിയാം എന്ന് പറഞ്ഞ് സച്ചി ഒന്നുകൂടി നോക്കുന്നു. അങ്ങനെ ആരാണെന്നുള്ളത് ഇങ്ങനെ സച്ചി ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരാ ഇയാൾ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ രാജീവിനോട് സച്ചി പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുന്നു. അങ്ങനെ അവർ 3 പേരും അവിടെ നിന്ന് പോവുകയാണ്. രാജീവ് ഇപ്പോൾ ആ ഫോട്ടോയിലേക്ക് നോക്കി അമ്മാവൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സച്ചി ഇപ്പോൾ കാറെടുത്ത് പോവുകയായിരുന്നു. ആ കാർ പോയി കഴിഞ്ഞതിന് ശേഷം മൂർത്തി ഇപ്പോൾ പറയുന്നുണ്ട്, ഒരു സ്ക്രൂ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, അവന്തിക മേഡത്തിൻ്റെ ശത്രു ഇന്നത്തോടെ തീരും എന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മൂർത്തി പറയുന്നു. ശേഷം ഇപ്പോൾ മൂർത്തി ഫോൺ വിളിച്ച് അവന്തികയോട് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും മേഡത്തെ അവൻ വെല്ലുവിളിക്കില്ല, സ്വാഭാവികമായ ഒരു അപകടം. ഇത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് അവന്തിക. എന്നിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അവന്തികയോട് വിശദീകരിച്ച് പറയുകയാണ് മൂർത്തി. ഓ, മനസ്സിനിപ്പോൾ ഒരു സമാധാനമുണ്ട്. നാളെ ഇതേ സമയത്ത് അവൻ്റെ ശവശരീരത്തിന് മേലെ ചുവന്ന പൂക്കളുള്ള ഒരു റീത്ത് വെക്കണം എനിക്ക്. അത് പറ്റില്ലേ എന്ന് അവന്തിക മൂർത്തിയോട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് മൂർത്തി പറയുന്നുണ്ട്, എന്താ സംശയം, അവനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാലൻ്റെ വണ്ടിയിലാണ്. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, അവൻ്റെ ഒരു വെല്ലുവിളി, അതും എന്നോട്. എൻ്റെ പകയിൽ വെന്തൊടുങ്ങാനാ സേതുമാധവൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും വിധി. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് കുട്ടികൾ പാർക്കിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ഗ്രൗണ്ടിലെ പാർക്കിൽ തന്നെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗരിയും ചിപ്പിയും കളിക്കുന്നുണ്ട്. അമ്മു ഇപ്പോൾ ചിപ്പിയോട് പറയുന്നുണ്ട്, ഞാനും കൂടെ കളിച്ചോട്ടെ എന്ന്. നീ അപ്പുറത്ത് ചെന്ന് കളിക്ക് എന്ന് അവർ പറയുന്നു. അമ്മു ഇപ്പോൾ ചിപ്പിയെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ പിടിച്ചപ്പോൾ ചിപ്പിയുടെ നെറ്റി ചെന്ന് കല്ലിൽ ഇടിക്കുകയാണ്. താഴെ വീഴുകയും ചെയ്യുന്നു. നെറ്റിൽ കൂടി ഇങ്ങനെ ചോരയൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് നിൽക്കുന്നുണ്ട് അമ്മു. ബാക്കിയുള്ള കുട്ടികളും ഇത് കണ്ട് ഭയത്തോടെ നിൽക്കുന്നു. ഈ സമയം ചിപ്പിയുടെ ബോധം പോകുന്നു. സച്ചി ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയത്താണ് കുട്ടി അവിടെ വയ്യാതെ കിടക്കുന്നത് സച്ചി കാണുന്നത്. ആവണിയും അവിടേക്ക് ഓടിയെത്തുന്നു. കൂടെ മറ്റു ടീച്ചേഴ്സും അവിടേക്ക് വന്നിരിക്കുകയാണ്. എന്തു പറ്റിയതാ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണതാണെന്ന് ആവണി പറയുന്നു. വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ഇപ്പോൾ ചിപ്പിമോളെ എടുത്തുകൊണ്ട് പോവുകയാണ്. കൂടെ ആവണിയും പോകുന്നു. നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ, ഞങ്ങൾ പ്രിൻസിപ്പലിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മറ്റു ടീച്ചേഴ്സും അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം ഹോസ്പിറ്റലിൽ ഡോക്ടർ ഹർഷനെ കാണാൻ എത്തിയിരിക്കുകയായിരുന്നു അർച്ചന. അർച്ചനയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ഹർഷൻ പറയുന്നു, ഇപ്പോഴത്തെ നിലയിൽ കാര്യമായ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ ടെസ്റ്റ് നടത്തിയാലേ എനിക്ക് പറയാൻ സാധിക്കൂ. സമൃദ്ധയ്ക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇതുവരെ എനിക്ക് അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും താൻ കഴിക്കുന്ന മരുന്ന് ഹാർട്ട് പേഷ്യൻ്റ് കഴിക്കുന്നതാണെന്ന് എനിക്ക് ഉറപ്പായി. പക്ഷേ ഒരു ഹാർട്ട് പേഷ്യൻറ്റിൻ്റേതായ ഒരു പ്രോബ്ലവും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എന്ന് സംശയത്തോടെ ചോദിക്കുകയാണ് അർച്ചന. ഇത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട്,
രോഗത്തിൻ്റെ രീതി ചിലപ്പോൾ അങ്ങനെയാണ്. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, അവർക്ക് ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകില്ല, നല്ല പൂർണ്ണ ആരോഗ്യവാനായിരിക്കും, പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ചെറിയൊരു അറ്റാക്ക്, അതോടെ തീരും എന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ട് അർച്ചന ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും കാർഡിയാക് സർജനെ കണ്ടതിന് ശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താം എന്ന് ഡോക്ടർ ഹർഷൻ പറയുന്നു. ശരി എന്ന് അർച്ചനയും പറയുന്നുണ്ട്. എന്നിട്ട് അർച്ചന ഇപ്പോൾ അവിടെ നിന്നും ഇറങ്ങുകയാണ്. സച്ചിയും ആവണിയും ചിപ്പിമോളുമായി ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആവണി ഇത്രയും സമയമായിട്ട് ചിപ്പിമോളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ചിപ്പി കണ്ണ് തുറക്കുന്നില്ല. വളരെ സ്പീഡിൽ തന്നെയാണ് സച്ചി വണ്ടി ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വണ്ടിക്കാകട്ടെ ബ്രേക്കില്ല. മോളെ നന്നായിട്ട് മുറുക്കി പിടിച്ചോ എന്ന് സച്ചി പറയുന്നുണ്ട്. വണ്ടിയുടെ കൺട്രോൾ പോയി എന്ന് സച്ചി പറയുന്നു. ഈ സമയം ഇപ്പോൾ മൂർത്തിയെയും അവന്തികയും കാണിക്കുന്നുണ്ട്. മൂർത്തി സച്ചിയുടെ വണ്ടിയിൽ നിന്നും എടുത്ത ആ ഒരു സ്ക്രൂ അവന്തികയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ തന്നെ അവന്തിക അത് കയ്യിലേക്ക് വെക്കുന്നുണ്ട്. ഈ സമയം സച്ചി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ വണ്ടിയുടെ വീല് ഊരിപ്പോവുകയും ഒരു മരത്തിൽ ചെന്ന് ഇടിക്കുകയും ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ നെറ്റി ചെന്ന് അവിടെ ഇടിച്ചതിൻ്റെ ആ ഒരു ആഘാതത്തിൽ ബോധം പെട്ടെന്ന് പോവുകയാണ് സച്ചിയുടെ. ആവണിയുടെ ബോധവും പോകുന്നു. ചിപ്പി മോളും ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് അർച്ചന അതുവഴി വരുന്നത്, ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നത്. അർച്ചന ഇപ്പോൾ അത് കാണുന്നുണ്ട്. സച്ചിയേട്ടാ എഴുന്നേക്ക്, സച്ചിയേട്ടാ എഴുന്നേക്ക്, നമ്മുടെ കുഞ്ഞ്, അവരെ രക്ഷിക്ക് സച്ചിയേട്ടാ എന്നൊക്കെ അർച്ചന പറയുന്നതായി സച്ചിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ സച്ചി കണ്ണു തുറക്കുന്നു. പക്ഷെ അവിടെയെങ്ങും ആരും തന്നെ ഇല്ലായിരുന്നു. സച്ചി എണീറ്റ് നോക്കുമ്പോൾ അർച്ചനെ അവിടെയൊന്നും കാണുന്നില്ല. ചിപ്പിയെയും ആവണിയെയും നോക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ബോധമില്ലാതെ കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല സച്ചിക്ക്. സച്ചിയുടെ നെറ്റി നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സച്ചി പതിയെ എഴുന്നേറ്റ് പുറകിലത്തെ ഡോറ് വന്ന് തുറക്കുന്നുണ്ട്. അപ്പോൾ ആവണി താഴേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. ആവണിയെ പതുക്കെ വിളിച്ചുണർത്തുകയാണ് സച്ചി. അങ്ങനെ ആവണി ഒരു വിധത്തിൽ ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. എങ്ങനെയോ സച്ചി കുഞ്ഞിനെ ചിപ്പിയെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് അർച്ചന അവിടെ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുന്നുണ്ട്. അർച്ചന ഇപ്പോൾ ഡോക്ടറെ ചെന്ന് കാണുന്നുണ്ട്. അർച്ചന കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മെഡിസിൻ കാർഡിയാക് മെഡിസിൻ ആണോ എന്നതാണ് സംശയം. അല്ലേ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. കാർഡിയാക് പേഷ്യൻറ്റിൻ്റെ പറയത്തക്ക ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ സമൃദ്ധിയിലില്ല. പിന്നെന്തിനാണ് സമൃദ്ധ ഈ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കണം, അതാണ് മെയിൻ പ്രോബ്ലം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്. അതുമാത്രമല്ല ഡോക്ടർ, ഉടൻ തന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും വർഷമായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഒരു സർജറി ഇത്രയും നാളുകൾക്കുള്ളിൽ നടന്നിരിക്കണ്ടേ. പക്ഷേ ഇതുവരെയായിട്ടും ആ ഒരു സർജറി നടത്താൻ കഴിഞ്ഞില്ലെന്ന് അമ്മയും ഗോകുലും പറഞ്ഞു. അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സർജറി നടത്താതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ ജീവിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അർച്ചന ഡോക്ടറോട് ചോദിക്കുന്നു. എൻ്റെ രോഗം മാറിയെന്ന് ഞാൻ വിശ്വസിക്കണോ, അല്ലെങ്കിൽ ഡോക്ടർ പറയേ ഈ അവസ്ഥയിലുള്ള ഏതെങ്കിലും രോഗിക്ക് ഈ സർജറി നടത്താതെ അസുഖം മാറിയതായി അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്. സമൃദ്ധി ഇപ്പോൾ ചോദിച്ചതിൻ്റെ മറുപടി പറയാൻ എനിക്കറിയില്ല. അവർ പറഞ്ഞത് ശരിയായിരിക്കും, ഒരു പക്ഷേ ആ സർജറി നടത്തിയിട്ടുണ്ടാകില്ല. അപ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതെനിക്കറിയാം ഡോക്ടർ. അപ്പോൾ സർജറി നടത്താതെ എൻ്റെ രോഗം മാറിയെന്നാണോ പറയുന്നത്? ഇതൊക്കെ കേട്ട് ഡോക്ടർ പറയുന്നുണ്ട്, എൻ്റെ മെഡിക്കൽ എത്തിക്സിൽ ഇതുപോലെ ഒരുപാട് മിറാക്കിൾ ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടും പല രോഗികളും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നീട് അവർ സുഖമായി ജീവിച്ചിട്ടുമുണ്ട്. സമൃദ്ധ, ഞങ്ങൾ ഡോക്ടർമാർ രോഗികളുടെ ജീവൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. അതിൻ്റെ ഉടമസ്ഥർ മുകളിലുള്ള ആ മഹാവൈദ്യരാണ്. അദ്ദേഹത്തിന് തീരുമാനമായിരിക്കും ഒരുപക്ഷെ സമൃദ്ധിയെ രക്ഷപ്പെടുത്തിയത്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാത്ത മറ്റൊരു രീതിയിലാണ് ഇത് നടന്നതെങ്കിലോ എന്ന് ഡോക്ടർ പറയുമ്പോൾ മനസ്സിലായില്ല എന്ന് അർച്ചന പറയുന്നു. അങ്ങനെ ഡോക്ടർ ഇപ്പോൾ അത് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. മറ്റേതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടിയാണ് സമൃദ്ധിയുടെ രോഗം മാറിയതെങ്കിലോ, ഉദാഹരണത്തിന് ആയുർവേദം പോലെയുള്ള ചികിത്സാ രീതികൾ, ഏത് രോഗവും അങ്ങനെ മാറ്റാൻ കഴിയുന്ന ചില സിദ്ധ വൈദ്യരെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് വീട്ടുകാരോട് ചോദിച്ചാൽ അറിയില്ലേ. നമുക്ക് കുറച്ച് ടെസ്റ്റ് കൂടി നടത്തി നോക്കാം. ECGയിൽ വലിയ വ്യത്യാസം ഒന്നും തന്നെ കാണുന്നില്ല. കുറച്ച് ബ്ലഡ് ടെസ്റ്റ് കൂടി നടത്താം. വേണമെങ്കിൽ ഒരു എക്കോ ടെസ്റ്റ് കൂടി നടത്തി നോക്കാം. എന്തു പറയുന്നു എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ശരിയെന്ന് അർച്ചന പറയുന്നുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ വേണ്ടി കുറിച്ച് കൊടുക്കുകയാണ് ഡോക്ടർ. ഈ ടെസ്റ്റെല്ലാം ഇപ്പോൾ തന്നെ ചെയ്യണമെന്നും ഡോക്ടർ പറയുന്നു. അർച്ചന ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, സമൃദ്ധ, എത്രയോ പേരിവിടെ ഈ അസുഖത്തിന് ചികിത്സ കിട്ടാതെ മരിക്കുന്നു. ഇവിടെ സമൃദ്ധ ദൈവത്തിനോട് നന്ദിയാണ് പറയേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ അർച്ചന അപ്പോൾ ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അർച്ചന നിൽക്കുന്ന അതേ ആശുപത്രിയിലേക്ക് ചിപ്പിമോളുമായി സച്ചിയും ആവണിയും
അവിടേക്ക് എത്തിയിരിക്കുന്നു. ചിപ്പിയെ കൈക്കുള്ളിൽ പിടിച്ച് അവിടേക്ക് ഓടി എത്തിയിരിക്കുകയാണ് സച്ചി. എന്തു പറ്റിയതാണെന്ന് സിസ്റ്റർ ചോദിക്കുന്നു. മോളൊന്ന് വീണതാണ് എന്ന് സച്ചി പറയുന്നു. ഇവിടെ കിടത്തിക്കോളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ കുഞ്ഞിനെ സ്ട്രെച്ചറിൽ കിടത്തി അവിടേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയതാണെന്ന്. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണതാണെന്ന് സച്ചി പറയുന്നുണ്ട്. സച്ചിയോടൊക്കെ പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ ഇപ്പോൾ ചിപ്പിയെ പരിശോധിക്കുകയാണ്. അങ്ങനെ സച്ചിയും ആവണിയും ഇങ്ങനെ പുറത്തിരിക്കുന്നുണ്ട്. അവർ വളരെ ടെൻഷനോടെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. AB പോസിറ്റീവ് ആണെന്ന് പറയുന്നു. ബ്ലഡ് ബാങ്കിൽ AB പോസിറ്റീവ് ഉണ്ട് എന്ന് അന്വേഷിക്കാനായി ഡോക്ടർ നേഴ്സിനോട് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.